പുനരധിവാസം എന്ന് പറയുന്നത് കേവലം വീടും ഭൂമിയും കൊടുക്കലാവില്ല, അങ്ങനെ ആകുകയും ചെയ്യരുത്. ഈ കുറേ ആളുകൾക്ക് ഇപ്പോൾ മേപ്പാടിയിൽ ജീവിച്ചിരുന്ന ആളുകൾക്ക് കാസർഗോഡ് കുറേ ആളുകൾ ഭൂമി ഓഫർ ചെയ്യുന്നു, തൃശ്ശൂർ ഓഫർ ചെയ്യുന്നു, മലപ്പുറം ഓഫർ ചെയ്യുന്നു, തിരുവനന്തപുരത്ത് ഓഫർ ചെയ്യുന്നു. ഇവിടെ തന്നെ ദീർഘമായ സ്ഥലമുണ്ടാക്കാം എന്ന് പലരും പറയുന്നു. ഇതിലേക്കല്ല ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. ഇനി ദുരന്തത്തിൽപ്പെടാത്ത വിധം മനുഷ്യന് സാധ്യമാകുന്ന ഒരു ഈ ഭീകരമായ ഓർമ്മകളുടെ നടുവിൽ പെടാവുന്ന വിധത്തിലുള്ള ഒരു ടൗൺഷിപ്പ്, അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. ആ ടൗൺഷിപ്പിൻ്റെ സ്ഥലം എവിടെ എന്ന് ഇപ്പോൾ ആരും ചോദിക്കരുത്. സ്ഥലം കണ്ടെത്താനുള്ള ഉത്തരവാദിത്വം സർക്കാരിന് വിടുക. സർക്കാർ ആ കാര്യം ആലോചിക്കും. ഒരുപാട് പേർ ഇതിനു വേണ്ടിയിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, സഹായങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതെല്ലാം സർക്കാർ മാർഗത്തിൽ കൊണ്ടുപോകുക. അതൊരു ഏതെങ്കിലും വിധത്തിൽ ഞങ്ങൾ ചെയ്യും എന്നല്ല, നമുക്കെല്ലാവർക്കും കൂടി ചെയ്യാം. പക്ഷേ ഒരു പൊതുകേന്ദ്രം കണ്ടെത്തണം. അത് റാഷിദ് പറയുന്നതാണെങ്കിൽ ശരി, സുനിൽ പറയുന്നതാണെങ്കിൽ ശരി, മത്തായി പറയുന്നതാണെങ്കിൽ ശരി, ഇതെല്ലാം കൂട്ടിയെടുത്തുകൊണ്ട് ഏറ്റവും അനുയോജ്യമായ സ്ഥലം എവിടെ, അത് കണ്ടെത്താനുള്ള ഒരു ചുമതലയും നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വരുന്ന സാഹചര്യത്തിൽ ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണർ ഗീത IAS നേരത്തെ ഇവിടെ വയനാട് കളക്ടറായിരുന്നു. അവരക്കാര്യത്തിൽ കുറച്ചുകൂടി കിട്ടുന്ന ഭൂമികളൊക്കെ ഒന്ന് പരിശോധിച്ച് നമുക്കൊരു ഘട്ടം കഴിഞ്ഞാൽ അത് തീരുമാനിക്കാം. പക്ഷെ അതുകൊണ്ടും തീരുമാനമായില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീടും ഭൂമിയും മാത്രമല്ല മനുഷ്യൻ്റെ പ്രശ്നം. അവനെ റീഹാബിറ്റ് ചെയ്യുക, സമ്പൂർണ്ണമായി പുനരധിവസിപ്പിക്കുക. 1 വയസ്സുള്ള കുട്ടി മുതൽ നമ്മുടെ കൂട്ടത്തിലുണ്ട്, 95 വയസ്സായ അമ്മൂമ്മ വരെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇവർ 2 പേരും ശുശ്രൂഷയ്ക്ക് വിധേയമായ ആളുകളാണ്. അപ്പോൾ എത്രയോ ആളുകളാണ് ഇവരെ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഓരോരുത്തർക്കും പ്രത്യേകമായി തയ്യാറാക്കി അവരവരുടെ ഇച്ഛകൾക്കും അവരവരുടെ ആശയങ്ങൾക്കും അവരെത്തിച്ചേരാൻ പറ്റുന്ന ഉയരങ്ങളിലേക്കും അവരയക്കുക എന്ന വിധത്തിൽ സമ്പൂർണ്ണമായി അച്ഛനമ്മമാർക്കില്ലാത്തവരെ അച്ഛനമ്മമാരെ കൊടുക്കാൻ കഴിയില്ലെങ്കിലും അതുപോലത്തെ പരിലാളനം മുതൽ മക്കളില്ലാത്തവരെ ശുശ്രൂഷിക്കേണ്ട കുടുംബങ്ങളിൽ ആ ശുശ്രൂഷ കൂറും ഉറപ്പാക്കുന്ന വിധത്തിൽ ഒരു പാക്കേജ് തയ്യാറാക്കുക.